ഇവിടെ വലിയ ആഴമൊന്നുമില്ല, കയറി പൊയ്ക്കോളേ. പൊതഞ്ഞു പൊതഞ്ഞു പോട്ടെ. ആപത്തിൽ സഹായിക്കുന്നവനെ പറ്റിക്കുന്നവരെ വിശ്വസിച്ചുകൂടുന്ന. ശരി, 1000 മാപ്പ് പറയും. 1001 മാപ്പ്. ആ, കൈ നീട്ടി. എന്നെ രക്ഷിച്ചത് ഞാൻ മറക്കൂല. എന്നെ പറ്റിക്കാൻ നോക്കിയത് ഞാനും മറക്കൂല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, പേര്? പേര് അമ്മു. നാദാപുരം നാടുവാഴിയുടെ മോള് ആർത്തിത്തമ്പുരാട്ടിയുടെ ഇഷ്ടപ്പെണ്ണ്. മനസ്സിലായില്ലല്ലോ. എന്റെ പേര് അമ്പാടി. അമ്മു. അത് തോഴി തിരക്കി വരുന്നു, ഞാൻ പോട്ടെ. അമ്മു, ശകുന്തളയുടെ കാലിലാണ് മുള്ളുകൊണ്ടത്, ഇത് വാലിലാണല്ലോ. വാലോ? അല്ല, കുതിരവൈദ്യന്റെ മോളല്ലേ? അതെ, കൊട്ടാരം കുതിരവൈദ്യന്റെ മോളല്ലേ? കുതിരവാല് പോലുള്ള ഈ തലമുടി കണ്ടേ വാഴെന്നത് പ്രയോഗിച്ചെന്നേ ഉള്ളൂ. കുതിര ചിലപ്പോ വാലുകൊണ്ടോ അടിച്ചത്? എതൊക്കെ നിന്ന് കൊള്ളും. അതെന്താ? ആവശ്യക്കാരായതുകൊണ്ട്. എന്താ ആവശ്യം? പേരെന്താ? മാളു. അമ്പടി മാളു. എന്റെ പേര് കറുപ്പനെന്നാ. കറുപ്പനും മാളു. എന്താ ആവശ്യം എന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് ഈ കുതിരയ്ക്ക് വേഗത കൂട്ടുന്ന ഒരു മരുന്ന് വേണം. അല്ല പിന്നെ എനിക്ക് കഴിക്കാനാണോ? എനിക്കെന്തിനാ വേഗമാ? വഴിയിൽ വെച്ചല്ലേ, വീട്ടിലേക്ക് വരണം. വീട്ടിലെ അച്ഛനും ചേട്ടനും അവരറിയാതെ വരണം. ഉത്സവം പുലർച്ചയ്ക്ക് കഴിഞ്ഞിരിക്കുന്നല്ലോ. ഇപ്പൊ സമയം ഉച്ചയായി. ഞാൻ നേരെ ഇങ്ങ് എത്താമായിരുന്നു. സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും തരുന്ന സ്വാതന്ത്ര്യം ചിന്നു പാഴിലാക്കരുത്. ശരി, ആരും കാണില്ല. കൊച്ചുകുറുപ്പേ, താൻ എന്തിന് ചെയ്യരുതാത്തതൊക്കെ ചെയ്തു. സുഖത്തിനോ? സുഖം തന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടില്ലേ? അധികാരത്തിനോ? അധികാരത്തിലുള്ള ആഗ്രഹം അവസാനിച്ചില്ലേ? സമാധാനവും സംതൃപ്തിയും അസ്തമിച്ചില്ലേ? എന്റെ ചങ്കിൽ ആഞ്ഞിറങ്ങിയ ആ കഠാര ഉറക്കിലും ഉണർവിലും നിന്റെ ഉൾക്കണ്ണിനു മുൻപിൽ ഊഞ്ഞാലാടുകയല്ലേ? അച്ഛൻ ഉറക്കത്തിൽ കിടന്ന് കളരിപ്പയറ്റ് നടത്തുന്നത് ഞാൻ കാണുകയായിരുന്നു. കിനാവ് കണ്ടോ? കിനാവിൽ കളരിപ്പയറ്റല്ല നടത്തിയത്. കൊച്ചുനാളിലെ പോലെ നീയുമൊത്ത് കാറ കളിക്കുകയായിരുന്നു. ആ കഠാരിയുമായി പോകുന്നുണ്ട് എന്റെ മുമ്പിൽ നിന്ന്. എങ്ങോട്ട്? നാദാപുരം കോട്ടയിൽ നിന്നും പനച്ചേരിക്കുറിപ്പ് വന്ന് നിൽക്കുന്നു. ഓഹോ, വന്നോ?
എത്തി, ഞാൻ എത്തി. സന്തോഷം. ഉച്ചയുറക്കമായിരുന്നോ? ആ, ഒന്ന് മയങ്ങി. ഇരിക്കും മനസ്സിലായി. ധാന്യങ്ങളൊക്കെ സംഭരിച്ചു കഴിഞ്ഞു. ഇനി അത് കടത്തനാട്ടേക്ക് കടത്തണം. ഇവിടെ നിന്നുള്ള എല്ലാ സഹായങ്ങളും തേടാം. അനന്തം പറഞ്ഞില്ലേ? പറഞ്ഞു. നാദാപുരത്ത് ക്ഷാമം പെരുകുമ്പോൾ നാടുവാഴി സഹായം തേടി ഇങ്ങെത്തും. അപ്പോഴാണ് ഉടമ്പടികളൊക്കെ പറയേണ്ടതും നടത്തേണ്ടതും. ശേഷം കാര്യങ്ങൾ നാം ആലോചിച്ച് ചെയ്യുന്നു. അനുരൂപൻ അല്ല, എന്റെ മോൻ അമ്പു. നാടുവാഴിയുടെ മകൾക്ക് അനുരൂപനായ ചെക്കൻ എന്ന് പറയുകയായിരുന്നു ഞാൻ. നടപ്പുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയല്ലേ ഭേദം. നിനച്ചാൽ നടക്കാത്തതായി വല്ലതുമുണ്ടോ കൊച്ചുകുറുപ്പുന്നോരെ? എല്ലാം പനച്ചേരിയുടെ ഇഷ്ടം. നാം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ പലതും നടക്കും. ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ്. എന്നെ പരിപൂർണമായി വിശ്വസിക്കാം. പനച്ചേരിക്ക് ഞാനുണ്ട്. അമ്പു, അമ്പൂട്ടി, പനച്ചേരി എനിക്കൊരു വിവാഹ കാര്യം തോന്നിച്ചു. പെണ്ണിനെ എനിക്കൊന്ന് കാണണം. ഇപ്പോഴേ പുറപ്പെടാം. മിടുക്കൻ. നല്ലൊരു കാര്യം തീരുമാനിച്ചാൽ നീട്ടിക്കൊണ്ടു പോകരുതെന്നാണ് അല്ലേ അമ്പൂട്ടി? നീട്ടിക്കൊണ്ടു പോകരുതെന്നാണ് ഞാനും പറയുന്നത്. ഞാൻ അറിവോളം ഒന്ന് പോയി ഉരിങ്കോട്ടെ. വല്ലാത്ത വാശിക്കാരനാണ് ഈ അമ്പൂട്ടി. അച്ഛന്റെ എല്ലാ പെരുമകളും പോന്നു പോരായ്മകളും മക്കൾക്കും കാണും. നമ്മുടെ മാളവിന്റെ തലമുടി പോലെ ഇരിക്കുന്നു. ചുമ്മാ കുത്തിരിക്കായോ? അച്ഛനും ചേട്ടനും പൂജ നടത്താൻ ഒരുങ്ങിയിരിക്കുക. അവർ കേൾക്കും. എന്തോന്ന് പൂജ? രജതാശുഭം. മോനെ ചന്തുണ്ണി, ഹോമം സഫലമായി. മാളു, എന്താ കുതിരയുടെ വയറ്റിനകത്ത് എടുത്തത്? അതാണ് നീറ്റ് ഭസ്മം. അത്ഭുത സിദ്ധിയോടുള്ള ഭസ്മം. ഭക്തിയോടുകൂടി അത് കഴിച്ചിട്ട് മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് നടത്തും. മാളു, അതെനിക്ക് കുറച്ചെടുത്ത് തരുമോ? ഞാനത് കഴിച്ചിട്ട് ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാൻ പോവുക. എന്ത് കാര്യം? നിന്നെ കല്യാണം കഴിക്കണോ? അയ്യോ, അതിനത് കഴിച്ചിട്ടിട്ട് വേണ്ടേ? അച്ഛൻ അത് ആരും അറിയാത്ത ഒരിടത്ത് വിളിച്ചു വെക്കുക. അയ്യോ, ഒന്ന് എടുത്ത് താ മാളു. അയ്യോ, അത് കുടുംബദ്രോഹം. ഞാന് കുടുംബത്തിൽ അങ്ങാൻ പോവില്ലയോ? ഞാൻ കണ്ടുപിടിച്ചോളാം എവിടാണ് വയ്ക്കാന്നുള്ളത്. എന്താ നാളെ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ഓർക്കും. എന്നാൽ ആ പേര് ഓർമ്മയിലെത്തും. അമ്പാടി തന്നെയാണോ വീരൻ? 16,008 ഭാര്യമാരും കണക്കില്ലാതെ കുശീർത്തരങ്ങളുമുള്ള അമ്പാടി കള്ളകൃഷ്ണൻ. നല്ല പേര് മാത്രവും ആഘാരവും അഭ്യാസവും ആളൊരു കേമനാണേ. അല്ലിമലർക്കാവൽ വെച്ച് നമ്മളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ ആദ്യം ആലസ്യൊന്നും കൊച്ചു തമ്പ്രാട്ടിക്ക് ഒന്ന് ഭവിക്കില്ലായിരുന്നു. എന്താ ഒരു വഴി? എന്തിനെ? ഒന്ന് കാണാൻ. കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഊരിയാടണമെന്നാവും, പിന്നെ തൊട്ടുറുമിരിക്കണമെന്നാവും. അതും കഴിഞ്ഞാൽ കയറില്ലാതെ തന്നെ എന്നെ ഒന്നിച്ചു വരിഞ്ഞു കെട്ടിയിരിക്കുന്നു.
ആ ആള് എവിടെയാണെന്ന് ആർക്കറിയാം? ആരാണ്? എങ്ങനെയുള്ളവനാണ്? അത്രയ്ക്ക് വേണ്ട കൊച്ചു തമ്പ്രാട്ടി. അറിയാതെ ചെന്ന് ആപത്തിൽ കുടുങ്ങരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ ഉള്ളവളെ കുറിച്ച് അവിടുന്ന് ഓർക്കുന്നുണ്ടാവോ? ഉറങ്ങാറായില്ലേ? അയ്യോ,